എന്തിനോ വേണ്ടിയും ആർക്കോ വേണ്ടിയും തിളയ്ക്കുന്ന സാമ്പാറുകളായ മത്സരാർത്ഥികൾ ആരൊക്കെയാണ് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്നത് വേറെ നല്ല ഞാൻ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം. ബിഗ് ബോസിൽ എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് കാണുന്ന മത്സരാർത്ഥികൾ ആരൊക്കെ നമുക്ക് നോക്കാം. ഒരാവശ്യമില്ലാതെ പലർക്കും വേണ്ടി അവിടെ വഴക്കുണ്ടാക്കുകയും ചുമ്മാ മറ്റുള്ളവരുടെ തലയിൽ കുതിര കയറുകയും ചെയ്ത മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം. റെന ഫാത്തിമ ആർക്കോ വേണ്ടിയോ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ്. എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ചുമ്മാ സ്വന്തം കാര്യത്തിന് വേണ്ടി എല്ലാവർക്കും വഴക്കുണ്ടാക്കുന്നത്, മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയായിരിക്കും അവിടെ കിടന്നത് ഈ വഴക്കുണ്ടാക്കുന്നത്. എന്തിനാണ് എന്ന് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ്. ആർക്കോ വേണ്ടിയോ ഒരു പ്രയോജനമില്ല. എന്താ പറയുന്നതോ അല്ല എങ്ങനെയാ പറയുന്നതെന്നോ ഒന്നും അറിയത്തില്ല, ചുമ്മാ തിളയ്ക്കും. അതുപോലെ തന്നെ RJ ബിൻസി സ്വന്തം കാര്യത്തിനേക്കാളും കൂടുതൽ വഴക്കുണ്ടാക്കിയ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനോ വേണ്ടിയോ ആർക്കോ വേണ്ടി തിളയ്ക്കും. സ്വന്തമായി ഒരു നിലപാടില്ല. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി പുള്ളിക്കാരി കിടന്ന് തിളയ്ക്കുന്നത് നന്നായിട്ട്. സ്വന്തം കാര്യത്തിന് കഴിഞ്ഞും കൂടുതൽ മറ്റുള്ളവരുടെ കാര്യത്തിലാണ് പുള്ളിക്കാരി ഇത് ചെയ്യുന്നത്. പിന്നെ അവിടെയുള്ള മത്സരാർത്ഥി വിന്നിയാണ്. ഒത്തിത്തെരിപ്പിൻ്റെ ഉസ്താദാണ്, എങ്കിലും സ്വന്തം കാര്യത്തിനെ കഴിഞ്ഞും കൂടുതൽ മറ്റുള്ളവരുടെ കാര്യം തിരക്കി ആണ് നടക്കുന്നത്. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി പലപ്പോഴായിട്ട് പലരോടും അവിടെ വഴക്കുണ്ടാക്കിയിട്ട് കാണാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അവിടെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി തിളക്കിയ സാമ്പാറാണ് അപ്പാനി ശരത്ത്. ഇതിന്റെ മെയിൻ ആളാണ്. എന്തിനാണ് തിളയ്ക്കുന്നത്, അല്ല ആർക്കാണ് തിളയ്ക്കുന്നത്, പുള്ളിക്കാണോ അല്ല മറ്റുള്ളവർക്കാണോ അത്ത, എന്തിനാണ് ആർക്കർ? ഈ ഒരു കാര്യത്തിൽ അപ്പാനി ശരത്ത് ആർക്കോ വേണ്ടി എന്തിനോ തിളയ്ക്കുന്ന സാമ്പാറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ കണ്ടന്റ് ഉണ്ടാക്കാൻ അല്ലെ ചുമ്മാ ഇരിക്കുന്നവരുടെ മെക്കെട്ട് കയറാനും ഒക്കെ അപ്പാനിയെ കൊണ്ടേ പറ്റുള്ളൂ. പിന്നെ ഉള്ളവരാണ് റെന ഫാത്തിമ. വെറുതെ ഇരുന്ന് മറ്റുള്ളവരുടെ മെക്കെട്ട് കയറും. ഈ രണ്ടുപേരും ആർക്കോ വേണ്ടിയോ എന്തിനോ വേണ്ടിയോ തിളയ്ക്കുന്ന സാമ്പാറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു പരിധി വരെ എനിക്ക് ആര്യനെയും തോന്നിയിട്ടുണ്ട്. ജിസേലിന് വേണ്ടി പലപ്പോഴായിട്ട് പലരോടും വഴക്കുണ്ടാക്കുകയും ജിസേൽ കാണിക്കുന്ന കുറ്റങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്ന ആര്യനും എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. പിന്നെ ആദിലയും എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ്. പലപ്പോഴായിട്ട് അനീഷിനോടും അനുമോളോടും ഷാനവാസിനോടും ഒക്കെ ചുമ്മാ ഒരാവശ്യവുമില്ലാതെ എന്തിനോ വേണ്ടി അവിടെ തിളയ്ക്കുന്നുണ്ട്. ആർക്കോ വേണ്ടി ചിലപ്പം പല ആളുകളും അവിടെ ആരെങ്കിലും വിന്നിയോ കലാപം സരിയോ ആരെങ്കിലും അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ അത് ഏറ്റുപിടിച്ച് മറ്റുള്ളവരുടെ തലയിൽ കൊടുക്കും. ആർക്കോ വേണ്ടി അവിടെ കടന്ന് തിളയ്ക്കുന്നതായിട്ട് കാണാം. അപ്പം എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കുന്നത് ഇഷ്ടമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്താണ്. സബ്സ്ക്രൈബ്.